സെൽഫായിട്ട് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് മതപരമായ വിശ്വാസം നമ്മളിൽ ഉണ്ടായത്. ഇപ്പം നമ്മൾ ഇസ്ലാം, മുസ്ലിം ആണെങ്കിൽ, ക്രിസ്ത്യാനി ആണെങ്കിൽ, ജുദ, എന്ത് വിശ്വാസമാണെങ്കിലും ഇത് നമ്മളിലേക്ക് ആവർത്തിച്ച് ചെറുപ്പം മുതലേ തന്നിട്ടാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അങ്ങനെ മാത്രമേ വിശ്വാസം വർദ്ധിപ്പിക്കാനും പറ്റുള്ളൂ. ഇപ്പം നോമ്പൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല ഈമാൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ അഫർമേഷൻസ് കൂടുന്നതുകൊണ്ടാണ്, ഓട്ടോ സജഷൻസ് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ഫിക്കർ ഉണ്ടാവും, നല്ല ഈമാൻ ഉണ്ടാവും. അതെന്തുകൊണ്ടാ വെച്ചാൽ അത് നിന്നാൽ പോയി. അപ്പോൾ ഓട്ടോ സജഷൻ, അതുകൊണ്ടാണ് നമ്മൾ 5 വക്ത് നിസ്കരിക്കാൻ പറയണത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞത്. റിപ്പീറ്റേഷൻ നിന്ന് കഴിഞ്ഞാൽ വിശ്വാസം പോവും അല്ലെ. നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അഫർമേഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ഓട്ടോ സജഷൻ ചെയ്യില്ലെങ്കിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ വിശ്വാസം ഉണ്ടാണെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാണെങ്കിൽ, ഇത് തന്നെയാണ് മെത്തേഡ്. ഓട്ടോ സജഷൻസ് തന്നെ മെത്തേഡുള്ളൂ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല വിശ്വാസം വർദ്ധിപ്പിക്കാൻ. അപ്പോൾ പേടിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ആ 2 കാരണങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണം ലാക്ക് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഒന്നാമത്തെ കാരണം പേടി പോകണമെങ്കിലും മൈൻഡ് സെറ്റാണ് ഇഷ്യൂ ഉള്ളത് വരുന്നത്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഓൺട്രപ്രണോറിയൽ ചക്രവ്യൂഹത്തിൽ കുടുങ്ങി കിടക്കുന്നത്. ഒന്ന് ലാക്ക് ഓഫ് മൈൻഡ് സെറ്റാണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾ ഒരിക്കലും സിസ്റ്റം ക്രിയേറ്റ് ചെയ്യൂല. കാരണം ആൾക്ക് വിഷൻ ഇല്ല.